ഹലോ ഗൈസ്, ജിദ്ദൂസ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യമഹ റേസഡാറിൻ്റെ ഗിയർ ഓയിൽ എങ്ങനെ മാറാമെന്നുള്ളതാണ്. നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഗിയർ ഓയിൽ മാത്രം എങ്ങനെ മാറാമെന്ന്. അതിന് വേണ്ടതായിട്ട് യമഹയുടെ ഗിയർ ഓയിലാണ്. 50 രൂപയാണ് വില വരുന്നത്. യമഹ ലൂബ് അവൈലബിൾ ആണ് ഷോറൂമുകളിൽ. അതുപോലെ ഡ്രെയിൻ നെറ്റ് യൂസ് ചെയ്യാനായിട്ടൊരു 12 സൈസ് റിങ്ങോ ഡബിൾ എൻഡ് ഏത് സ്പാനർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ട ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഫില്ലർ ക്യാപ്പ് അഴിച്ചു വെക്കാം. ഒരു പ്ലെയർ യൂസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഴിച്ചു വെക്കാം. ഫൈബറിൻ്റെ ക്യാപ്പാണ്, അപ്പോൾ സൂക്ഷിച്ച് അയക്കാം, പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അഴിച്ചെടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള ബോൾട്ട് ഇതാ ഇവിടെയാണ് വരുന്നത്. സ്പാനർ യൂസ് ചെയ്ത് അയച്ചെടുക്കാം. എഞ്ചിൻ ഓയിലിൻ്റെ അത്രത്തോളം ഒന്നും ഡ്രെയിൻ ആവാനുണ്ടാവില്ല, കുറച്ചുണ്ടാവില്ല. അപ്പോൾ 100 ml ഒഴിക്കുന്നുള്ളൂ. ഓയിൽ ഡ്രെയിനായി തീരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗിയർ ഓയിൽ ഡ്രെയിനായി കഴിഞ്ഞിട്ട് ത്രസ്റ്റ് വാഷറും ബോൾട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം തിരിച്ചു കൊടുക്കും. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കൈ കൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്യുക. ത്രെഡ് അടുത്ത് കഴിഞ്ഞാൽ സ്പാനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓവർ ടൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി. അഴിഞ്ഞ് വരരുത്, ആ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് പോകാൻ സാധ്യത. ഗിയർ ഓയിൽ ഒഴിക്കാനായിട്ട് ഫണലൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതായി കാണുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഗിയർ ഓയിൽ പതുക്കെ അങ്ങനെ പോയിക്കോളും. ഇതിനകത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. ക്യാപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കും. വർക്ക് കഴിഞ്ഞാൽ ഗിയർ ഓയിലിൻ്റെ ഫില്ലർ ക്യാപ്പ് ജസ്റ്റ് പ്ലെയർ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ടൈറ്റ് ആയിട്ടുണ്ടെന്നൊന്ന് കൺഫേം ചെയ്യാം. അതുപോലെ ഡ്രെയിനിട്ടും ജസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, ലീക്ക് ഇല്ല എന്നുള്ള കാര്യം കൺഫേം ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഗിയർ ഓയിൽ മാത്രം എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്തത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ബൈ.